താനൂർ CI വിനോദ് നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവം, എന്താണ് ഉണ്ടായത്? ഈ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വളരെ വ്യാജമായിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് രാവിലെ ഈ ന്യൂസ് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ പഴയ ചില പരാതികളെക്കുറിച്ച് തന്നെ ഓർമ്മ വരുന്നത്. 2022 ഞാനിന്ന് പൊന്നാനി CI ആയിരിക്കുന്ന സമയത്ത് ഏകദേശം രാത്രി 7:30 ആകുമ്പോൾ ഒരു സ്ത്രീയെ ഓട്ടോറിക്ഷയിലുള്ള ഡ്രൈവർ നിങ്ങളൊന്ന് കൂടെ വരാമോ എന്ന് പറയുകയും അവരെ സ്ഥലത്തിൽ പിടിക്കുകയും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരാതി വന്നിരുന്നു. അപ്പോൾ രാത്രി അത് ഫസ്റ്റ് തന്നെ സ്ത്രീ പരാതിയായിട്ട് ഏകദേശം 8 മണിയാകുമ്പോൾ വന്നു. ആ പരാതി തുടക്കത്തിൽ ഏത് സ്റ്റേഷനിലും പോലെ PRO ആണ് പരാതി സ്റ്റാർട്ടിങ്ങിൽ ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ PRO ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ആ സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. അപ്പോൾ ഈ പരാതി മനസ്സിലാക്കിയ ശേഷം ആ സമയത്ത് ഈ പരാതിയുടെ കഴമ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ പോലീസുകാരോട് ഞാൻ ആദ്യം ജസ്റ്റ് വിട്ടു. പോലീസുകാർ അന്വേഷിച്ച സമയത്ത് സാർ ആ ഓട്ടോറിക്ഷ ഒന്നും ഇപ്പോൾ അവിടെ കാണാനില്ല. പക്ഷേ ഈ സ്ത്രീ മുന്നേ പലർക്കുമെതിരെ പരാതി കൊടുത്തിട്ട് കോംപ്രമൈസ് ആക്കി പണം തട്ടുന്ന സ്ത്രീയാണ്. മുന്നേ പൊന്നാനിയിൽ ഈ സ്ത്രീക്കെതിരെ പരാതി നിലവിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നാളെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് നടപടിയെടുക്കാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കെ രാത്രി വളരെ വിശ്വസ്തനായ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, സാറ് ഈ സ്റ്റേഷനിൽ ശ്രദ്ധിക്കണം, ഒരു സ്ത്രീ പരാതിയായിട്ട് വരാറുണ്ട്. ഇവരുടെ ലക്ഷ്യം നാട്ടിലുള്ള പലരുമായിട്ട് മറ്റ് ബന്ധങ്ങളിൽ ഏർപ്പെടുക. വീടുമായി ബന്ധപ്പെട്ടൊരു പരാതിയായിട്ട് താങ്കളെ കാണാൻ വന്നില്ല? വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതിയുമായിട്ടല്ല കാണാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീടുമായ പരാതി അങ്ങനെ വിനോദ് സാറിന് ഒന്നും തന്നിട്ടില്ല? എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു പരാതി ലഭിച്ചിട്ടില്ല. വിനോദ് സാറ് വീട്ടിലേക്ക് പോയിട്ടുമില്ല? ഞാൻ ഇതുവരെ ആ സ്ത്രീയുടെ എൻ്റെ ടവർ ലൊക്കേഷനിൽ എടുത്ത് പരിശോധിച്ചാണ്. ഒരിക്കൽ പോലും പൊന്നാനി സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പരാതി റൂമിൽ വെച്ചല്ലാതെ ഞാൻ അവരെ കണ്ടിട്ടില്ല. എൻ്റെ എല്ലാ കോൾ ഡീറ്റെയിൽസ് എടുത്ത് അതിൻ്റെ ശേഷം എല്ലാവരും പരിശോധിച്ചാണ്. ഒരു കോളോ വാട്സപ്പ് കോളോ അങ്ങനെ യാതൊരുവിധ സമ്പർക്കം എനിക്ക് ആ വീട്ടിലേക്ക് പോയിട്ടില്ല. ഞാൻ ആ സ്ത്രീ വീടേ അറിയില്ല. എനിക്ക് ഒരു CI നിലയ്ക്ക് എന്തിനാ വീട്ടിൽ പോകേണ്ട ആവശ്യം? എനിക്ക് എൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥന്മാരില്ലേ, അവരെ അയച്ചാൽ തുടക്കത്തിൽ പരാതി മനസ്സിലാക്കാൻ. അപ്പം അങ്ങനെ ഈ പരാതിയിൽ ഇത് സംഭവിച്ച കാര്യം കൊണ്ട് മനസ്സിലാക്കണം. അപ്പം അന്നത്തെ SI ഉണ്ടായിരുന്നു. SIയുടെ പേര് കൃഷ്ണലാൽ എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ മറ്റേ അടുക്കള ജോലി ഈ സ്ത്രീയാണ് ചെയ്യുന്നത് എന്ന് പലരും എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ SI എടുത്ത് പരാതി എത്തുകയും പുറത്തുനിന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ SI അത് ശ്രമിച്ചിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വിശ്വസനീയ വ്യക്തി എന്നോട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ സ്റ്റേഷൻ നടക്കാൻ പാടില്ലാത്തതാണെന്നും സാർ ഇതിൽ അന്വേഷിച്ച് കേസ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കതിലെ കാര്യങ്ങൾ മനസ്സിലായി. വീടിനെ കുറിച്ചിട്ടുള്ളൊരു പരാതി താങ്കളുടെ അടുത്ത് വന്നതേ ഇല്ലേ? എൻ്റെ അടുത്ത് അങ്ങനെ വീടുമായിട്ട് സ്ത്രീ എൻ്റെ അടുത്ത് നേരിട്ട് പരാതിയുമായിട്ട് അങ്ങനെ വന്നിട്ടില്ല. നേരിട്ടല്ല, പോലീസ് സ്റ്റേഷനിൽ വന്നില്ല? എനിക്കത് ഓർമ്മയില്ല. അങ്ങനെ ഒരു വീടിൻ്റെ പരാതിയായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് എനിക്ക് യാതൊരു ഓർമ്മയില്ല. വീട്ടിലേക്ക് പോയതേ ഇല്ല? ഞാൻ ഇതുവരെ ഏത് റെക്കോർഡിൽ എന്ത് കൊടുത്തുള്ളൂ, എനിക്ക് ആ സ്ത്രീ വീട് ഇപ്പോഴും അറിയില്ല, ഇനിയും അറിയില്ല. ആ സ്ത്രീ ഞാൻ സ്റ്റേഷൻ്റെ പുറത്തുനിന്ന് കണ്ടതേ ഇല്ല. ഇനി ഒരു കാര്യം പറയട്ടെ, ഒറ്റ കാര്യം കൂടി പറയട്ടെ. അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ പരാതിയിൽ ആദ്യം തന്നെ പിറ്റേ ദിവസം രാവിലെ വന്നുടനെ FIR ഇട്ടു. ഞാൻ 2 പോലീസുകാർ വിട്ട് പ്രതിയെ നമ്മൾ സംസാരിക്കുന്ന ആ പരാതിയെ കുറിച്ചല്ല, നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പരാതിയുണ്ട് അവരുടെ വീടുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഒരു പരാതി നിങ്ങൾ അവിടെ CI ആയിരിക്കെ സ്റ്റേഷനിൽ കിട്ടിയില്ല എന്നുള്ളതാണോ പറയുന്നത്? വീടുമായിട്ടുള്ള ബന്ധപ്പെട്ട പരാതിയുമായി സ്ത്രീ എന്നെ സമീപിച്ചിട്ടില്ല. ആ ഒരു പരാതിയുമായിട്ട് സ്ത്രീ എൻ്റെ അടുത്ത് വീട്ടിലേക്ക് പോയിട്ടുമില്ല? ഇതുവരെ സ്ത്രീയുടെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല, കണ്ടിട്ടില്ല, ലൊക്കേഷനിൽ തന്നെ പോയിട്ടില്ല. ഉയർത്തുന്ന സ്ത്രീ മാത്രമല്ല, സ്ത്രീയുടെ വീട്ടിലുണ്ടായ മറ്റൊരു സുഹൃത്തും നിങ്ങളെ കാണുന്നുണ്ട്. അതെനിക്കറിയില്ല. ഇന്നും തിരിച്ചറിയും നിങ്ങളെ കണ്ട 100 CI നിലയ്ക്ക് എന്നെ തിരിച്ചറിയാത്ത ആരാ ഉള്ളത്? ആ വീട്ടിൽ വന്നു എന്നുള്ളത്, നിങ്ങളെ വീടിന്റെ വാതിൽ മുട്ടിയിട്ട് അകത്തേക്ക് കയറുന്ന, സിവിൽ ഡ്രസ്സിൽ വന്ന് അകത്തേക്ക് കയറുന്നവർ കണ്ടിട്ടുണ്ട്? എനിക്കറിയില്ല. ഞാൻ ഈ വോയിസിൽ കേട്ടു ഏതോ ബൈക്ക് എന്ന്. എനിക്കങ്ങനെ ബൈക്ക് തന്നെ ഇല്ല. ഞാൻ സ്റ്റേഷനിൽ ബൈക്ക് സ്വന്തം വേണമെന്നില്ലല്ലോ ഒരു സ്ഥലത്തേക്ക് പോകാൻ. ഞാനതല്ല ചോദിക്കുന്നത്, സ്പെസിഫിക് ആയ ചോദ്യമാണ്, ഡയറക്റ്റ് ആണ്. പിന്നെ നിങ്ങൾ ആ വീട്ടിലേക്ക് വാതിൽ തട്ടി പോയിട്ടേ ഇല്ല എന്നുള്ളതാണ്. എന്താണ് സംശയം? ഞാൻ പലതവണ പറഞ്ഞില്ലേ, ഒരു തരത്തിൽ പോലും ഞാൻ ആ സ്ത്രീയെ കാണാനോ സമ്പർക്കത്തിൽ ഏർപ്പെടാനോ ഫോൺ വഴി ബന്ധപ്പെടാനോ നേരിട്ട് കാണാനോ ഞാൻ നിന്നിട്ടില്ല. നിങ്ങൾക്കെതിരെ DYSP ബെന്നിക്ക് നിങ്ങൾ അവരെ ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ടോ? അവർ ആ പരാതി എന്നെ പറയാൻ അനുവദിക്കൂ. അതേ ഞാൻ പറഞ്ഞത്. രാവിലെ ഇതിൻ്റെ മുകളിൽ ഞാൻ FIR ഇട്ടു, പ്രതിയെ അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു, വാഹനം സീസ് ചെയ്തു. അപ്പോൾ ഈ സ്ത്രീയുടെ കോംപ്രമൈസും പുറത്തുനിന്നുള്ള പണം കിട്ടില്ല മനസ്സിലായി. SIക്കൊന്നും ഇടപെടാൻ പറ്റില്ല മനസ്സിലായി.
ഉടൻ തന്നെ എന്ത് ചെയ്തു, സ്ത്രീ പറഞ്ഞു എൻ്റെ ഈ പരാതി ഒന്നും ഇവിടെ എടുക്കില്ല അല്ലേ എന്ന് പറഞ്ഞ് ബെന്നി സാർ അടുത്ത് പരാതിയിട്ട് പോയി. ബെന്നി സാർ ഉടൻ തന്നെ, ബെന്നി സാർ ഏറ്റവും ഇൻറ്റഗ്രിറ്റി ഉള്ള കേരള പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് എല്ലാവർക്കും അത് നമുക്ക് സംസാരിക്കാം. ഞാൻ പറയുന്നതല്ല, എൻ്റെ ചോദ്യം ഒരു മിനിറ്റ് എൻ്റെ ചോദ്യം സ്പെസിഫിക് ആണ്. അതായത് നിങ്ങൾ ആ വീട്ടിലേക്ക് പോയി അവരെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞൊരു പരാതി DYSP VV ബെന്നിയുടെ മുന്നിൽ വന്നിട്ടില്ല എന്നുള്ളതാണോ പറയുന്നത്? ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്, എനിക്കും സ്പെസിഫൈ പറയാൻ അവകാശമുണ്ടല്ലോ. ഞാൻ പറയട്ടെ, അതായത് ബെന്നി സാർ അടുത്ത് അവർ പോയിട്ടുള്ള പരാതി എന്താണ് പറഞ്ഞത് ബെന്നി സാറിനല്ലേ അറിയുള്ളൂ. പക്ഷേ ഈ ഒരു പരാതിയെ പറ്റി ബെന്നി സാർ എന്നോട് ചോദിച്ചത്, അതായത് വിനോദ് അവരെ വീട്ടിൽ പോയിരുന്നോ, കോൾ ഡീറ്റെയിൽസ് എടുത്തിരുന്നോ. അപ്പോൾ ഞാൻ എൻ്റെ നമ്പറുകളെല്ലാം അദ്ദേഹത്തിന് കൊടുത്തു, എൻ്റെ ആധാർ നമ്പറും കൊടുത്തു. അത് വെച്ച് എൻ്റെ എല്ലാ സിമ്മുകളും അദ്ദേഹം കണ്ടുപിടിച്ചു, മുഴുവൻ കോളുകൾ എടുത്തു, ലൊക്കേഷൻ എടുത്തു. ഒരിക്കൽ പോലും ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല എന്നും മുമ്പ് സ്ത്രീ പലർക്കും എതിരെ പരാതി നൽകിയിട്ട് പണം അതിലേക്കല്ല, നമുക്ക് സ്പെസിഫിക് ആയി ഇതിലേക്ക് വരാം. നിങ്ങൾ പറ്റതിലേക്ക് പോലെ, അതായത് നിങ്ങൾ അവരെ കണ്ടിട്ടില്ല എന്ന് തന്നെയാണോ നിങ്ങൾ ഉറച്ചു പറയുന്നത്? എത്ര പ്രാവശ്യം നിങ്ങൾ എങ്ങനെയാണ് മറ്റൊരു സ്ത്രീ കൂടി പറയുന്നു അവിടെ CI ആയ വിനോദ് ഇവിടെ വന്ന് വളരെ മോശമായി പെരുമാറി, തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങളെ വാൺ ചെയ്തു, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു വാൺ ചെയ്തു എന്ന് പറയുന്നു. എന്നിട്ട് VV ബെന്നിക്ക് പരാതി കൊടുക്കുന്നു. VV ബെന്നി ആ വീട്ടിലേക്ക് അന്വേഷിക്കാൻ പോകുന്നു എന്നാണ് പരാതിക്കാരി പറയുന്നത്. അങ്ങനെ ഒരു പരാതി, നിങ്ങൾ ഇങ്ങനെ ചൂഷണം ചെയ്തു എന്ന പരാതി VV ബെന്നിയുടെ അടുത്ത് ഉണ്ടായില്ലേ എന്നുള്ളതാണോ? തീരെ ഉണ്ടായില്ലേ? അങ്ങനെ പരാതിയെക്കുറിച്ച് അറിയില്ലേ താങ്കൾക്ക്? ഇത് വളരെ വിചിത്രമായി എനിക്ക് തോന്നുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ, ഒരു പരാതിക്കാരി അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആരോ ഇങ്ങനെ പരാതി പറഞ്ഞു എന്നത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്കങ്ങനെ പരാതിയെക്കുറിച്ച് അറിയില്ല. കൂടാതെ VV ബെന്നി സാർ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം എന്നോട് ചോദിച്ചിരുന്നു. എങ്ങനെയാണ് 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ പോയിട്ട് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഇവരുടെ 2 പേരുടെയും? ആ സംഭവത്തെക്കുറിച്ച് എനിക്കറിയില്ല. വനിതാ പോലീസുകാരെ ഞാൻ അവരെ വീട്ടിൽ ചെല്ലാനായിട്ട് ഞാൻ വിട്ടിട്ടില്ല, എനിക്കറിയില്ല. നിങ്ങൾ വിട്ടു എന്നല്ല, DYSP ബെന്നി വിട്ടു എന്നാണ് പറയുന്നത്. എനിക്കറിയില്ലല്ലോ ബെന്നി സാർ എങ്ങനെ അന്വേഷിച്ചുള്ള. അങ്ങനെ ചൂഷണം ചെയ്തു എന്ന് പറയുന്ന ഒരു പരാതി DYSP ബെന്നിയുടെ അടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിയേണ്ടതാണ്. കാരണം അവർ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്തു എന്നുള്ളോ? നിങ്ങൾ ചൂഷണം ചെയ്തു. ആ ബെന്നി സാർ എന്നോട് ചോദിച്ചു കൃത്യമായിട്ട്. ഞാൻ പറഞ്ഞു ചൂഷണം ചെയ്തിരുന്നു. ഒരിക്കലുമില്ല. അല്ല, ചൂഷണം ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു വിനോദ് ആ വീട്ടിൽ പോയിരുന്നോ. അതിന്റെ അർത്ഥം അങ്ങനെ ഒരു പരാതി ബെന്നിക്ക് കിട്ടിയിരുന്നു എന്നുള്ളതാണ്. അല്ല, സാറിന് കിട്ടിയിട്ടുണ്ടാവാം. സാറ് ഒരു മേലുദ്യോഗസ്ഥ ഒരിക്കലും തനിക്ക് എന്ത് പരാതി ലഭിച്ചു എന്ന് കീഴുദ്യോഗസ്ഥ കൊണ്ട് പറയേണ്ട ആവശ്യമില്ല, അന്വേഷിക്കുകയുള്ളൂ. കൃത്യമായി അദ്ദേഹം അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു വിനോദ് അവിടെ പോയിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് എനിക്ക് അന്വേഷണത്തിൽ മനസ്സിലായി എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ബഹുമാനപ്പെട്ട അന്നത്തെ ജില്ലാ പോലീസ് മേധാവി സുജിദാസ് സാറിന് കൈമാറി. സുജിദാസ് സാറ് അത് റിപ്പോർട്ട് ക്ലോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഈ സ്ത്രീ മറ്റൊരു പരാതിയുമായി സുജിദാസ് സാറെ നേരിട്ട് കണ്ടപ്പോൾ സുജിദാസ് സാറ് അന്വേഷണം സ്പെഷ്യൽ മാനേജർ DSP ഏൽപ്പിച്ചു. അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ബിജു സാറെന്ന് തോന്നുന്നു, അദ്ദേഹം ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് അന്വേഷിച്ചു. ഇതെല്ലാം വ്യാജമാണെന്ന് കണ്ടെത്തി. ഈ സ്ത്രീ മുമ്പും ഇതേപോലെ കള്ളപ്പരാതി കൊടുത്തെന്ന് മനസ്സിലാക്കി. അങ്ങനെ ആ പരാതി അദ്ദേഹം തെറ്റാണെന്ന് മനസ്സിലാക്കി ക്ലോസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും മോശമായ രീതിയിൽ പ്രചരിപ്പിച്ച് അവരെ കുടുംബത്തെ നശിപ്പിക്കുന്ന ഈ പ്രവണതയിൽ നിന്ന് മാധ്യമങ്ങൾ പിന്തിരിഞ്ഞേ പറ്റൂ. ഇപ്പോൾ മാധ്യമങ്ങളെ പിന്തിരിപ്പിക്കാനല്ല, നമുക്ക് പിന്തിരിയാം. ഞാൻ പറയുന്നത് നിങ്ങളുടെ ക്ലാരിറ്റിയോടുള്ള മറുപടിയാണ്. ഒറ്റ മിനിറ്റ് DYSP ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, ചെയ്യാൻ പാടില്ല. DYSP അത് ഭയങ്കര തെറ്റാണ്. ആ തെറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നത് DYSP ബെന്നിക്ക് ചൂഷണം ചെയ്തു എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ആ പരാതിയെക്കുറിച്ച് DYSP ബെന്നി നിങ്ങൾ മൊഴിയെടുത്തിരുന്നു? DYSP ബെന്നി സാറ് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി തന്നെ എന്നോട് ചോദിച്ചിരുന്നു. അദ്ദേഹം പൊന്നാനി സ്റ്റേഷനിൽ നേരിട്ട് വന്നിട്ടാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഫാക്റ്റുകൾ നിരത്തി. അദ്ദേഹം അതെല്ലാം ശാസ്ത്രീയമായി അനലൈസ് ചെയ്തു. എന്നിട്ട് ഈ സ്ത്രീയുടെ മറ്റ് കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ട് മോശമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് സംഭവം വ്യാജ പരാതി മനസ്സിലാക്കി ആ പരാതി അദ്ദേഹം ക്ലോസ് ചെയ്ത് റിപ്പോർട്ട് SP കൊടുക്കുകയാണ് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ആ പരാതിയിൽ FIR ഇട്ടിരുന്നോ? ആ പരാതിയിൽ FIR ഇട്ടിരുന്നു? ഈ സ്ത്രീയുടെ പരാതിയിലാണ് ഞാൻ FIR ഇട്ടുള്ളത്. അല്ല, സ്ത്രീയുടെ പരാതിയിലല്ല. VV ബെന്നിക്ക് നിങ്ങൾ ചൂഷണം ചെയ്തു എന്ന പരാതിയിൽ VV ബെന്നി നിർദ്ദേശം നൽകിയ അനുസരിച്ച് FIR. ഇതിനെപ്പറ്റി എനിക്കറിയില്ല. കാരണം മേലുദ്യോഗസ്ഥന് ഇത് ചെയ്തു എന്നുള്ള 376 എന്ന് പറഞ്ഞാൽ കോഗ്നിസിബിൾ ഒഫൻസ് ആണല്ലോ. സ്വാഭാവികമായിട്ട് FIR വേണതാണല്ലോ. FIR ഇട്ടതിന് ശേഷമല്ലേ അന്വേഷണം തുടങ്ങാം. ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു പരാതി അദ്ദേഹത്തിന് ലഭിച്ചായിട്ട് അദ്ദേഹം എന്ത് വെച്ചാൽ എന്നോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് FIR ഇട്ട് അന്വേഷിച്ചു എന്ന് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. എന്നോട് ചോദിച്ചിട്ട് ഇപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത്. 376 എന്ന് പറഞ്ഞാൽ കോഗ്നിസിബിൾ ഒഫൻസ് ആണല്ലോ. സ്വാഭാവികമായിട്ട് FIR ഇടേണ്ടതല്ലേ. എന്നാൽ മാത്രമല്ല ബെന്നി സാറോട് ചോദിക്കേണ്ടത്. എനിക്കല്ലല്ലോ പരാതി ലഭിച്ചത്. എനിക്ക് കിട്ടിയ പരാതിയിൽ ഞാൻ ഈ സ്ത്രീയുടെ പരാതി പ്രകാരം അയാൾക്കെതിരെ കേസെടുത്ത് ജയിലിലിട്ടു. എനിക്കറിയാം. ഈ പരാതിയിൽ മേലുദ്യോഗസ്ഥന് കിട്ടിയ പരാതി എന്ത് ചെയ്തു എന്ന് എനിക്ക് എന്ത് പറയാൻ പറ്റും? പക്ഷെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. തെറ്റായ കാര്യങ്ങൾ അന്വേഷിച്ച് മാത്രം ചാനലിൽ കൊടുക്കുക. ഉദ്യോഗസ്ഥന്മാരെ ഒരു സംസ്ഥാനത്തിന് മുഴുവൻ നല്ല രീതിയിൽ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മോശമാക്കുന്ന പ്രവണത മാധ്യമങ്ങൾ മോശമാക്കാനല്ല അതാണല്ലോ ചെയ്യുന്നത്. കണ്ടാൽ മനസ്സിലായല്ലോ, നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നുള്ള മനസ്സിലായല്ലോ. കൃത്യമായി ഇതിനെതിരെ സിവിൽ നടപടിക്രമത്തിലും ക്രിമിനൽ നടപടിക്രമത്തിലും മേലുദ്യോഗസ്ഥരോട് സംസാരിച്ച് ഞങ്ങളുടെ അസോസിയേഷനുമായി സംബന്ധിച്ചും എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ഞങ്ങൾ ചെയ്തിരിക്കും.